നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ള നേതാവ് നയീം ഖാസിം കൊല്ലപ്പെട്ടു എന്ന് സംശയം. ജൂതപ്പട ബെയ്റൂട്ടിൽ ആഞ്ഞടിക്കുന്നു. ലെബനനിലെ വടക്കൻ മേഖലയിലും തെക്കൻ മേഖലയിലും വ്യോമാക്രമണം നടത്തിയതിനു പിന്നാലെ ബെയ്റൂട്ടിലും ഇസ്രയേൽ വ്യോമാക്രമണം. നയീം ഖാസിമിനെ ലക്ഷ്യമിട്ടാണ് 8 നില കെട്ടിടത്തിൽ ആക്രമണം ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു. തലാൽ ഹാമിയ എന്ന മിലിറ്ററി ഓഫീസറും കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അഭ്യൂഹം. ശനിയാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടന്നത്. ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്ന ഇറാൻ നിലപാടിനെ അടിച്ചമർത്താനുള്ള ഇസ്രയേൽ ശ്രമത്തിന്റെ ഭാഗമായാണ് വ്യോമാക്രമണം എന്നാണ് റിപ്പോർട്ട്. ഹമാസ് ഹിസ്ബുള്ള നേതാക്കളെ തെരഞ്ഞുപിടിച്ചു വധിക്കുന്ന നയമാണ് ഇപ്പോൾ ഇസ്രയേൽ സേന നടപ്പിലാക്കുന്നത്. ബെയ്റൂട്ട് മുഴുവനായും ഹിസ്ബുള്ളയുടെ കൈവശമാണ്. അതുകൊണ്ട് തന്നെ ബെയ്റൂട്ടിലെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ സിവിലിയൻസിനോട് ആവശ്യപ്പെടുന്ന മുന്നറിയിപ്പ് ബെയ്റൂട്ടിൽ മുഴക്കിയിട്ടുണ്ട്. ബെയ്റൂട്ടിലെ ബസ്തായിലുണ്ടായ വ്യോമാക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടതായും 33 പേർക്ക് പരിക്കേറ്റതായുമാണ് ആരോഗ്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് ലെബനീസ് ടെലിവിഷനായ അൽ മാനർ റിപ്പോർട്ട് ചെയ്തത്. പുലർച്ചെ നടന്ന ആക്രമണത്തിൽ ബെയ്റൂട്ടിൽ 8 നില കെട്ടിടം അപ്പാടെ തകർന്നിട്ടുണ്ട്. ഇതിനു ചുറ്റുമുള്ള കെട്ടിടങ്ങൾക്കും സാരമായ കേടുപാടുകൾ തന്നെ സംഭവിച്ചു. 4 ബോംബുകളാണ് ബെയ്റൂട്ടിൽ പതിച്ചത് എന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ വിശദമാക്കിയത്. ഒരു കെട്ടിടം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് എന്നും മറ്റുള്ളവ ഭാഗികമായി തകർന്നുവെന്നും പുറത്തുവന്ന വീഡിയോകളിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ പാർപ്പിട സമുച്ചയമായ 8 നില കെട്ടിടത്തിന് നേർക്ക് 5 മിസൈലുകൾ ആക്രമണം നടത്തിയെന്നാണ് ലെബനന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത്. ബെയ്റൂട്ടിലെ മധ്യമേഖലയിൽ ഒരാഴ്ചയ്ക്കുള്ളിലുണ്ടാകുന്ന 4ാമത്തെ ആക്രമണം എന്നാണ് റിപ്പോർട്ട് വിശദമാക്കുന്നത്. 3 വലിയ സ്ഫോടനങ്ങൾ കേട്ടതായാണ് AFP മാധ്യമപ്രവർത്തകർ വിശദമാക്കിയത്. വെള്ളിയാഴ്ച ഇസ്രയേൽ ലെബനോനിലെ തെക്കൻ മേഖലയിലും ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലെ ഹദത്ത്, ചൗവീഫാത്ത് മേഖലകളിലും ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി. ദർ-അൽ അമൽ സർവകലാശാല ആശുപത്രിക്ക് സമീപത്തുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ ആശുപത്രി ഡയറക്ടറും 6 സഹപ്രവർത്തകരും കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം മുതലുള്ള ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൽ 200-ലേറെ പേർ ഡോക്ടർമാരാണ് എന്നതാണ് റിപ്പോർട്ട് വിശദമാക്കുന്നത്. ഞായറാഴ്ച ഇസ്രയേൽ റാസൽ നാബ ജില്ലയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന മാധ്യമ വിഭാഗം ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടിരുന്നു. ഇപ്പോൾ നടന്ന ആക്രമണം ഹിസ്ബുള്ള തലവനെ ലക്ഷ്യമിട്ടിട്ടാണ് എന്നാണ് പറയുന്നത്. സംഘത്തിന്റെ മുൻ മേധാവി ഹസൻ നസ്രള്ള കൊല്ലപ്പെട്ട് ദിവസങ്ങൾക്കു ശേഷമാണ് നയീം ഖാസിമിനെ നിയമിച്ചത്. ഇസ്രയേലിന്റെ കൊലപാതകം ഭയന്ന് നയീം ഖാസിം നേരത്തെ തന്നെ ലെബനനിൽ നിന്ന് പലായനം ചെയ്തിരുന്നു. ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തെ പ്രതിരോധശേഷിയുടെ പരീക്ഷണമായാണ് ഖാസിം വിശേഷിപ്പിച്ചിട്ടുള്ളത്. 1982-ൽ ഇസ്രയേൽ ലെബനനെ ആക്രമിച്ചതിനു ശേഷമാണ് ഹിസ്ബുള്ള രൂപീകരിക്കുന്നത്. സ്ഥാപക അംഗങ്ങളിൽ ഒരാളാണ് ഖാസിം. നസ്രുള്ളയുടെ മരണത്തെ തുടർന്ന് ആക്ടിംഗ് സെക്രട്ടറി ജനറലായി പ്രവർത്തിച്ചു വരികയായിരുന്നു. 1991 മുതൽ 33 വർഷമായി ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലാണ് നയീം ഖാസിം. ഹിസ്ബുള്ളയുടെ വക്താവ് കൂടിയായ നയീം ഖാസിം ഇസ്രയേലുമായുള്ള സംഘർഷങ്ങൾക്കിടെ സംഘടനയ്ക്കായി വിദേശ മാധ്യമങ്ങളുമായി സംവദിച്ചിരുന്നു. ഹസൻ നസ്രള്ളയുടെ കൊലപാതകത്തിന് ശേഷം ടെലിവിഷൻ പരാമർശങ്ങൾ നടത്തിയ ഹിസ്ബുള്ളയുടെ ഉന്നത നേതൃത്വത്തിലെ ആദ്യത്തെ അംഗമാണ് നയീം ഖാസിം. ഹിസ്ബുള്ളയിലെ തീരുമാനങ്ങൾ എടുക്കുന്ന ഷൂറ കൗൺസിൽ ആണ് നയീമിനെ നേതാവായി തെരഞ്ഞെടുത്തത്. സയ്യിദ് ഹസൻ നസ്രള്ളയുടെ പിൻഗാമിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഹാഷിം സഫീദ്ദീനെ ഇസ്രയേൽ നേരത്തെ തന്നെ വധിച്ചിരുന്നു. ഇന്ന് നടന്ന ആക്രമണത്തിൽ നയീം ഖാസിം കൊല്ലപ്പെട്ടു എന്നതിന് സ്ഥിരീകരണം വന്നിട്ടില്ല. മലയാളി വാർത്ത ഇൻസൈഡ്.